ആവസിക്കട്ടെ ആവസിക്കട്ടെ അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ 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 അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ വ്യാപരിക്കട്ടെ വ്യാപരിക്കട്ടെ സർവേശ ദൈവാരൂപി വ്യാപരിക്കട്ടെ 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 സർവേശ ദൈവാരൂപി വ്യാപരിക്കട്ടെ ആവസിക്കട്ടെ ആവസിക്കട്ടെ അത്യുന്നത ദിവ്യശക്തി ആവസിക്കട്ടെ പരിശുദ്ധ കന്യകാ മാതാവിനെ നമ്മൾ പ്രത്യേകിച്ച് ക്രിസ്മസ് നാളുകളിൽ അനുസ്മരിക്കും. പരിശുദ്ധ അമ്മ നമ്മൾ ഓരോ ദിവസവും പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ പറയുന്നുണ്ട്, പാപ്പായ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രാർത്ഥനകളിൽ ഒന്ന് ത്രികാല ജപമാണ്. കർത്താവിൻ്റെ മാലാഖ, കർത്താവിൻ്റെ മാലാഖ നമ്മൾ കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചനിച്ചു, പരിശുദ്ധാത്മാവാൽ ഗർഭം ധരിച്ചു. ദൈവമക്കളെ തിരുവചനം വീണ്ടും പറയാണ്, ഇതാ കർത്താവിന്, ഇത് മാതാവ്, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ പൂർത്തിയാകട്ടെ. ആൻഡ് ദ വേർഡ് മെയ്ഡ് ഫ്ലെഷ്, വചനം മാംസമായി. ഫ്രാൻസിസ് പാപ്പയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രാർത്ഥനകളിൽ ഒന്ന് ഈ ത്രികാല ജപം ചൊല്ലുക. ദൈവമക്കളെ, പരിശുദ്ധ അമ്മയെ പരിശുദ്ധ അമ്മയാക്കി മാറ്റുന്നത് അമ്മ എന്തുമാത്രം വചനത്തിന് തന്നെ വിട്ടുകൊടുത്തു, അതിന്റെ അളവാണ് അമ്മയെ സ്വർഗ്ഗത്തിന്റെ പോലും അമ്മയാക്കുന്നത്. വചനം പറഞ്ഞേ, വചനം സ്വന്തമാക്കുന്നവർക്ക് ദൈവം സ്വന്തമാണ്. വചനം സ്വന്തമായിട്ടുള്ളവർക്ക് ദൈവം സ്വന്തമാണ്. ഉണ്ണി മിശിഹായെ കയ്യിലെടുക്കാൻ അമ്മ മാതാവിന്റെ ഭാഗ്യം, അത് വചനത്തിന്റെ ഭാഗ്യമാണ്. അച്ഛൻ എന്ന മക്കളുടെ മുമ്പിൽ നിൽക്കുന്നെങ്കിൽ അത് ദൈവവചനത്തിന്റെ ഭാഗ്യം മാത്രമാണ്. അത് ദൈവവചനത്തിന്റെ ഭാഗ്യം മാത്രമാണ്. ഹല്ലേലൂയ. അതുപോലെ ദൈവ പൈതല്, നിന്റെ ജീവിത സാഹചര്യങ്ങളെ മാറ്റിമറിക്കാൻ, നിന്റെ ജീവിതത്തെ നവീകരിക്കാൻ, നിനക്കൊരു പുതിയ തുടക്കം തരാൻ ദൈവത്തിന്റെ വചനത്തിന് കഴിയുമെന്ന് വചനം പറയാമോ? മക്കളെ, കർത്താവിന്റെ so precious, so precious, അത്രയ്ക്ക് വിലപിടിപ്പുള്ള വചനമാണ് നമ്മൾ മടക്കി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സദ്വാർത്തയുമായി വരുന്ന സിയോനെ, ഉയർന്ന മല, യുവർ പ്ലേസ് ഈസ് ഓൺ എ ഹൈ മൗണ്ടൻ. ദൈവവചനം വഹിക്കുന്നവർ ഉയർന്നു നിൽക്കും. മക്കളെ, നീ താനാ കിടക്കുന്നതെങ്കിൽ, നീ ഇരുട്ടിലാ കിടക്കുന്നതെങ്കിൽ, നീ ദുഃഖത്തിലാ കഴിയുന്നതെങ്കിൽ, നീ വേദനയിലാ കഴിയുന്നെങ്കിൽ, the word of God will raise you up. The word of God will raise you up. വചനം ഇതാ കഴുകന്റെ ചിറകുകളിൽ പറന്നുയരുന്ന കുഞ്ഞിനെ പോലെ തമ്പുരാന്റെ വചനത്തിന്റെ ചിറകിൽ നിനക്ക് പറന്നുയരാം. പിന്നെ ദുഃഖം നിന്റെ ജീവിതത്തിലില്ല, നിരാശ നിന്റെ ജീവിതത്തിലില്ല, ഡിപ്രഷൻ നിന്റെ ജീവിതത്തിലില്ല, ആത്മഹത്യ ചിന്ത നിന്റെ ജീവിതത്തിലില്ല, പരാജയ ചിന്ത നിന്റെ ജീവിതത്തിലില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. You will stand on the high mountain. ജീവിച്ചു തുടങ്ങും, പരീക്ഷിച്ചു നോക്ക്. ദൈവമക്കളെ, ഈ ക്രിസ്മസ് അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്ന ഈ കാലഘട്ടത്തില്, ക്രിസ്മസ് അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്ന കാലത്തില്, ദൈവമക്കളെ, ഇത് നമുക്ക് ഒരാചാരമായി മാറാതിരിക്കട്ടെ. എന്റെ ജീവിത ക്രിസ്മസ് ഷുഡ് ബി എ വേ ഓഫ് ലൈഫ്. ക്രിസ്മസ് നിനക്ക് ഒരു ജീവിത അനുഭവമായി മാറണം. പണ്ടെന്നോ നടന്ന 2000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു രക്ഷാകര സംഭവമല്ല. റൈറ്റ് നൗ, ഇപ്പോ നിന്റെ ജീവിതത്തിൽ ഇവിടെ സംഭവിക്കുന്ന ഒരു ദൈവാനുഭവമായി ക്രിസ്തുവിന്റെ ജനനമാകണം. അച്ഛതി പറയാമോ? നിന്റെ കുടുംബം തിരുക്കുടുംബമാകും. പൊന്നു പൈതലേ, കർത്താവിന്റെ വചനത്തെ നീ ചേർത്ത് പിടിച്ച, കർത്താവിന്റെ വചനത്തെ നീ ചേർത്ത് പിടിച്ച, ഏതിരുട്ടിലായിക്കൊള്ളട്ടെ, ഭർത്താവ് മദ്യപിക്കുന്നോ, ഭാര്യ അത് ചെയ്യുന്നോ, മക്കൾ അങ്ങനെ ചെയ്യുന്നോ, ഇഫ് യു സ്റ്റിക്ക് ഓൺ ദ വേർഡ് ഓഫ് ഗോഡ്, നീ കർത്താവിന്റെ വചനത്തോട് പറ്റിച്ചേർന്നിരുന്ന, നീ കർത്താവിന്റെ വചനത്തോട് ഒട്ടിച്ചേർന്നിരുന്ന മക്കള് തിരുക്കുടുംബം, ഹോളി ഫാമിലി, യു വിൽ ബി ഹോളി പ്രീസ്റ്റ്. നിന്റെ ജീവിതം മുഴുവൻ വചനം കൊണ്ട് നിറയുമ്പോ നിനക്ക് പ്രത്യേകിച്ച് കഴിവൊന്നും വേണ്ട പൈതലേ.
നിനക്കൊരു ഡോക്ടറേറ്റും വേണ്ട, നിനക്കൊരു പ്രത്യേകതകൾ ഇവിടെ. ഒറ്റ കാര്യം, this word of God can make you a holy priest, and this word of God can make you a holy religious. This word of God can make your family a holy family. അച്ഛൻ പറയാവോ? കൈയടിച്ച് കർത്താവിന് നന്ദി പറയാവോ? അനേകം മക്കളുടെ ജീവിതമാണ്, അനേകം മക്കളുടെ ജീവിതം അച്ഛനെ പറഞ്ഞുകൊണ്ടിരിക്കണേ. വചനത്തിന് നിന്നെ മാറ്റിമറിക്കാൻ പറ്റും, വചനത്തിന് നിന്നെ രൂപാന്തരപ്പെടുത്താൻ പറ്റും. ഹല്ലേലൂയ. പിന്നെന്തിനാ നീ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കണേ? പിന്നെന്തിനാ നീ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കണേ? ഉയർന്ന മലയിൽ കയറി ശക്തിയോടെ സ്വരമുയർത്തി നീ പറയുക. And the word of God will empower you. ദൈവത്തിന്റെ വചനം നിന്നെ ശക്തിപ്പെടുത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. തമ്പുരാന്റെ വചനം, it will give you power. മക്കളെ, കഴിഞ്ഞ കൺവെൻഷന് കുവൈറ്റിൽ ചെന്നപ്പോ 2 മണിക്കൂറോ 3 മണിക്കൂറോ ഞാൻ കിടന്നുറങ്ങിയിട്ടുള്ളൂ. 2 മണിക്കൂറോ 3 മണിക്കൂറോ ഞാൻ കിടന്നുറങ്ങിയിട്ടുള്ളൂ. ബട്ട് കർത്താവിന്റെ ശക്തിയായിരുന്നു മക്കളെ, ദൈവവചനത്തിന്റെ ശക്തി. അത്ഭുതം, ഒട്ടും തളർച്ചയില്ല, ഒട്ടും ക്ഷീണമില്ല. That doesn't matter. നീ എന്ന് ലോകത്തിന്റെ നിയമം അനുസരിച്ച് ജീവിക്കുന്നുവോ, അപ്പം നിനക്ക് ഭക്ഷണം വേണം, നിനക്ക് പാനീയം വേണം, നിനക്ക് വിശ്രമം വേണം. When you live according to the word of God, that will change your way of life. നിന്റെ ജീവിത രീതി മാറും മക്കളെ. ഒരുപാട് തളർന്നും തകർന്നും ഇരിക്കുന്ന മക്കള് എന്നൊരു പെങ്കൊച്ച് ഈ ആൾക്കാരെ വന്നിട്ട് പറയുക, ഒരു ഹൈന്ദവ കുട്ടി അവള് പറഞ്ഞു, ദൈവത്തിന്റെ വചനം എന്റെ തങ്കി നിറഞ്ഞിരിക്കുക. മക്കളെ, വചനം പഠിക്കണം, വചനം കാണാപ്പാടം പഠിക്കണം. നീ യാത്ര ചെയ്യുമ്പോൾ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് പോകണം. സങ്കീർത്തനങ്ങൾ ചൊല്ലി 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 നിന്റെ ജീവിതത്തെ ഒരു ദേവാലയമാക്കി, ദൈവം നിറഞ്ഞു നിൽക്കുന്ന ഇടമാക്കി, ദൈവം നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിയാക്കി പരിശുദ്ധാത്മാവ് നിന്നെ മാറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവവചനവും പരിശുദ്ധാത്മാവും ഒന്നിച്ചു പോകുന്നു മക്കളെ. ദൈവത്തിന്റെ വചനവും പരിശുദ്ധാത്മാവും ഒന്നിച്ചു പോകുന്നു. ആര് ബൈബിള് വായിക്കുന്നുവോ, വചനം ധ്യാനിക്കുന്നു, അവനിൽ നിങ്ങൾ ഈ വചനം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുമ്പോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വന്നുകൊണ്ടിരിക്കുകയാ. ആരൊക്കെ മനസ്സ് ദൈവത്തിന്റെ വചനത്തിന് വിട്ടുകൊടുക്കുന്നുവോ, അന്ന് മാലാഖ വന്ന് അമ്മയോട് പറഞ്ഞു, ഇതാ ഇതാ നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അമ്മ പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ ഇല്ലാവട്ടെ. ആരൊക്കെ വചനത്തിന് വിട്ടുകൊടുക്കുന്നുവോ അവരുടെ ജീവിതങ്ങളിൽ പരിശുദ്ധാത്മാവ് വന്ന് നിറയും. പറയാമോ? ഹല്ലേലൂയ. അതെ മക്കളെ, ഒരു പുതിയ തുടക്കമായത്. ഈ നോയമ്പും ഈ ക്രിസ്മസും ഒക്കെ നമ്മളെ നയിക്കേണ്ടത് ഒരു പുതിയ ദൈവാനുഭവത്തിലേക്കാണ്. സദ്വാർത്തയുമായി വരുന്ന ജെറുസലേമേ, മക്കളെ, നിനക്ക് ദൈവം പേരിട്ടിരിക്കുന്ന പേരാ സിയോൻ എന്നും ജെറുസലേം എന്നും ഒക്കെ. കർത്താവ് കുടികൊള്ളുന്ന ഇടത്തിന്റെ പേരാ ജെറുസലേം. കർത്താവ് നിറഞ്ഞു നിൽക്കുന്ന ഇടത്തിന്റെ പേരാണ് സിയോൻ. നിറയും മക്കളെ. വേറെ എന്താ നിനക്ക് വേണ്ടേ? എന്ത് ശക്തിയാ വേണ്ടേ? ഈ തമ്പുരാൻ എല്ലാ ഇരുട്ടിനെയും മാറ്റുന്ന പ്രകാശം, എല്ലാ ദുഃഖത്തെയും അകറ്റുന്ന സന്തോഷം, എല്ലാ തളർച്ചയെയും മാറ്റുന്ന കരുത്ത്, അതാ തമ്പുരാന്റെ വചനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചുവെന്ന് ധ്യാനിക്കുമ്പോ പൊന്നു പൈതലേ, ദൈവവചനത്തോട് നിനക്കൊരു ആർത്തി വേണം. A gluttony for the word of God. കർത്താവിന്റെ വചനത്തോട് നിനക്ക് കൊതി വേണം. കർത്താവിന്റെ വചനത്തോട് നിനക്കൊരു ആർത്തി വേണം. തിരുവചനം പറയാം, നിർഭയം. വചനം നിന്റെ ജീവിതത്തിൽ വരുത്തുന്ന അടുത്ത മാറ്റം ഇതാണ്, നിന്റെ ഭയങ്ങൾ നീങ്ങിപ്പോകും. നീ ഭയപ്പെടുന്ന ഒരു വ്യക്തി, നാളെ പറ്റിയുള്ള ഭയമായിരിക്കാം, അറിയില്ല. ഇത്രയും കാലം ഓടി, ഇതുവരെ മരുന്ന് കഴിക്കേണ്ടി വന്നിട്ടില്ല. മെഡിക്കൽ സെന്ററിൽ അമ്മമാര് ഇടയ്ക്ക് ഏതാണ്ട് ഒരു മരുന്ന് വന്നു, അത് കഴിച്ചില്ല. അവരാരും കേട്ടില്ല, അവരുടെ സ്ഥലം മാറിപ്പോയി. അത് ഞാൻ കഴിച്ചില്ല. അതോ മക്കളെ, ഇതുവരെ ഇനി എന്തൊക്കെ വരുമെന്നറിയില്ല. പക്ഷെ ഈ പുരോഹിതന്റെ മനസ്സിൽ ഒരു ദുഃഖം കടന്നു വരില്ല. ദൈവത്തിന്റെ വചനം ഇതുപോലെ ചങ്കോട് ചേർത്ത് വെച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. നിങ്ങൾ കാണുമല്ലോ നാളെ ഈ പ്രഘോഷണം ഇവിടെ തീരത്തില്ല. It will end when I die.
എന്റെ മരണമാണ് ദൈവമക്കളെ എന്റെ വചന പ്രഘോഷണത്തിന്. ആമേൻ. ആമേൻ പറയുന്നത് വരെ ഈ വചന പ്രഘോഷണം തുടരും. നിങ്ങൾ കാണുമല്ലോ ജീവിതത്തെ. എത്ര എനിക്കറിയില്ല, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കർത്താവ് ശരിക്കും കുരിശ കയറ്റുമെന്ന് എനിക്ക് ഒരു കുഴപ്പമില്ല. അപ്പൊ ഞാൻ ഈശോയെ പോലിരിക്കുമല്ലോ. അവന്റെ കുരിശ കിടക്കുമ്പോ ഈശോയെ പോലിരിക്കുമല്ലോ. ഹല്ലേലൂയ. അതേ മക്കളെ, നിർഭയം, ഭയപ്പെടാനില്ല. വിശ്വാസിക്ക് ഭയപ്പെടാനില്ലെന്ന്. മക്കളെ ഓർത്ത് ഭയപ്പെടണ്ട. എന്നൊരു കുടുംബം വന്നു ദൂര സ്ഥലത്തുനിന്ന്. മലയാള ഭാഷ ഒന്നും അവർക്ക് മലയാളം അറിയത്തുമില്ല. കർണാടക സ്റ്റേറ്റിൽ നിന്ന് വന്നതാണ്. ഭർത്താവ് മന്ത്രവാദം ചെയ്യുന്നു. വിഷയവത. മക്കൾ രണ്ടുപേരും വഴിതെറ്റിപ്പോയി. പിന്നെന്താ ബാക്കിയുള്ള? അമ്മ ഇവിടെ വന്നിരിക്കുക. ആരോ പറഞ്ഞു കേട്ടു കോട്ടയത്ത് ഒരു പള്ളിയുണ്ടെന്ന്. കർണാടക സ്റ്റേറ്റിൽ നിന്ന് വന്നിരിക്കുക. കന്നഡ പറയുന്നൊരു ചേച്ചി എന്നോട് ഇംഗ്ലീഷിൽ വർത്താനം പറഞ്ഞു. ചേച്ചി പറഞ്ഞ എല്ലാം പോയി. ധൂർത്തപുത്രൻ എന്ന് ബൈബിൾ എഴുതിയിട്ടില്ലേ? എന്റെ രണ്ട് മക്കളുടെ പേരതാ, ധൂർത്തപുത്രന്മാര്. ബൈബിളിൽ ഒരു ധൂർത്തപുത്രനേ ഉള്ളൂ. എന്റെ മക്കളുടെ പേരാ ധൂർത്തപുത്രന്മാര്. എന്റെ ഭർത്താവ് ദൈവത്തിനെതിരെ, ആന്റി ക്രൈസ്റ്റ്, ആന്റി ചേർച്ച്, ആന്റി എല്ലാത്തിനും എതിരാ. ഞാൻ ഈ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി നീ കൃപയിൽ നിറയ, നീ അഭിഷേകത്തിൽ നിറയ. നീ നിന്ന് കത്തുമ്പോ നിന്റെ ചൂട് നിന്റെ ഭർത്താവിന് കിട്ടും. നീ നിന്ന് കത്തുമ്പോ നിന്റെ ചൂട് നിന്റെ മക്കൾക്ക് കിട്ടും. നീ കണ്ടോ, നീയും നിന്റെ ജീവിത പങ്കാളിയും മക്കളും കൂടെ ഒന്നിച്ച് ഹല്ലേലൂയ പറയുന്ന ഒരു ദിവസം നിനക്ക് ഒരുക്കി തരും. ഹല്ലേലൂയ. അതാ മക്കളെ, നീ ഭയപ്പെടണ്ട. ഭർത്താവ് പള്ളി വരുന്നില്ല, അല്ലെങ്കിൽ മോൻ അങ്ങനെയാണ്. Let God intervene. ദൈവം ഇടപെടേണ്ട. വെയിറ്റ്. നീ call upon the Lord. നീ കർത്താവിനെ വിളിക്ക്, അവൻ നിന്റെ ജീവിതത്തിൽ ഇടപെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിർഭയം. ദൈവമക്കളെ ഭയപ്പെടില്ല. ഇല്ലെങ്കിൽ വേണ്ടെന്നേ. ഈശോയ്ക്ക് വേണ്ടാത്ത കാര്യം എനിക്കെന്തിനാ? എന്റെ ഈശോ എന്നിൽ ഇത് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കും. പിന്നെ എന്തായാലും എനിക്ക് നിനക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം തരല്ലേ കർത്താവേ? പബ്ലിക്കായിട്ട് ഞാൻ പറയണേ, നിനക്ക് അത് എന്നിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹമില്ല, നീ എനിക്ക് തരണം. ഞാൻ കരഞ്ഞു പോയി പ്രാർത്ഥിച്ചാലും, എത്ര പട്ടിണി കിടന്ന് പ്രാർത്ഥിച്ചാലും ഹല്ലേലൂയ, ഹല്ലേലൂയ. യൂദായുടെ പട്ടണങ്ങളോട് പറയുക. ദൈവമക്കളെ, അച്ഛൻ വായിക്കുന്ന യെശയ്യാ 40. ഇസ്രായേൽ ജനം വിപ്രവാസത്തിലെത്തിക്കഴിഞ്ഞു. 40-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങൾ അച്ഛനെ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കണേ. ഇസ്രായേൽ ജനം വിപ്രവാസത്തിൽ. രാജാവ് നഷ്ടപ്പെട്ടു, രാജ്യം നഷ്ടപ്പെട്ടു, ദേവാലയം നഷ്ടപ്പെട്ടു, പുരോഹിതൻ നഷ്ടപ്പെട്ടു, പ്രവാചകൻ നഷ്ടപ്പെട്ടു. ഒന്നുമില്ല ജനത്തിന്. തിരുവചനം പറയുക, യൂദാ പട്ടണങ്ങളോട് പറയുക, ഇതാ നിങ്ങളുടെ ദൈവം. ചതക്കപ്പെട്ടവനെ, തകർക്കപ്പെട്ടവനെ, പരാജയപ്പെട്ടവനെ, വീട് പോയവനെ, രോഗിയായവനെ, ദുഃഖിക്കുന്നവനെ, behold your God. ജീവിതം കുരിശാന്ന് പറയാറില്ലേ? എന്നാ കുരിശിലോട്ട് നോക്ക്. അവിടെ കർത്താവ് കിടപ്പുണ്ട്. അതാ അവിടെ കർത്താവ് കിടപ്പുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ നിങ്ങളുടെ ദൈവം, ഇതാ ദൈവമായ കർത്താവ്. ലോർഡ് യുവർ ഹിയർ, ദ ലോർഡ് യുവർ. മക്കളെ വിശ്വസിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാ. ഒരുപക്ഷെ ഏതാനും മക്കളെങ്കിലും ഈ വചന ശുശ്രൂഷ പങ്കെടുക്കുമ്പോ ഒരു വല്ലാത്ത തകർച്ചയില്, ഒരു വല്ലാത്ത പരാജയത്തില്, ഒരു വല്ലാത്ത ദുഃഖത്തിൽ ഇരിപ്പുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നലെ എനിക്കൊരു ഫോൺ കോൾ ഉണ്ടായിരുന്നു. UK നിന്ന് ഒരു മകള്, ഒരു 44 മിസ് കോള് ഒരുപോലെ കിടക്കുന്നു. എന്നെ അറിയാവുന്നവർക്ക് അറിയാം, അച്ഛന് ഏറ്റവും കൂടുതൽ പിശാചും ഫോണും ഒക്കെ അച്ഛൻ്റെ ശത്രുക്കളാണ്. ഫോൺ എടുക്കൂല. 44 തവണ കിടക്കാൻ നേരം ആയപ്പോൾ മനസ്സിലൊരു കുത്ത്, ഇതെടുത്തില്ലേ കഷ്ടമല്ലേ. ഞാനത് ഫോൺ എടുത്തപ്പോൾ ഒരു ചേച്ചി UK നിന്ന് വിളിക്കുക. ഈ കല്ലറ ദേശത്തുള്ള ആ മകള് പറയും, എൻ്റെ അച്ഛാ തകർന്നിരിക്കുമായിരുന്നു, തളർന്നിരിക്കുമായിരുന്നു, വീട് പൂട്ടി ജോലിക്ക് പോയിട്ട് 2 ആഴ്ചയായി. അങ്ങനെ ദുഃഖിച്ചിരിക്കുമ്പോഴാണ് സാലോൺ ടെലിവിഷനിൽ അഗ്നിജ്വാല പ്രോഗ്രാം വരുന്നത്. അച്ഛൻ്റെ ശുശ്രൂഷയായിരുന്നു. ഞാനും കോട്ടയംകാരിയാണ്. പക്ഷേ എനിക്ക് 17 കൊല്ലം മുമ്പ് നാട് വിട്ട് UK പോയൊരു പെൺകുട്ടിയാണ്. ഞാൻ ഇതുവരെ കോട്ടയത്ത് ഇങ്ങനെ ഒരു പള്ളി ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് പേര് കണ്ടപ്പോൾ കോട്ടയം എന്നൊക്കെ പറഞ്ഞ് അതിലത്തെ എഴുതി വന്നപ്പോൾ എനിക്ക് ഇത് എവിടെയാണെന്ന് അറിയത്തില്ല.
പിന്നെ ഞാൻ അത് ടൈപ്പ് ചെയ്തു, ഒരു ഫോൺ നമ്പർ കിട്ടി. എൻ്റെ ഫോൺ നമ്പർ ഇവിടുന്ന് കിട്ടിയോ? ആ ഫോൺ നമ്പർ വെച്ച് വിളിച്ച ഈ മകള് പറഞ്ഞത് ഇങ്ങനെ, 2 ആഴ്ച വാതിലടച്ചിരുന്നതാ. കുടുംബം വല്ലാത്തൊരു പ്രതിസന്ധി കൂടെ കടന്നു പോയപ്പോഴാ ദൈവത്തിന്റെ വചനം ആ മക്കളുടെ ജീവിതത്തിലേക്ക് പെരുമഴ പെയ്യുന്ന പോലെ പെയ്തിറങ്ങി, മഞ്ഞ് പെയ്യുന്നത് പോലെ പെയ്തിറങ്ങി. ആ മക്കൾ പൊട്ടിക്കിളുത്തു. നന്നായിട്ട് കൈയടിച്ച് കർത്താവിന് മാത്രം കൊടുത്തു മക്കളെ, അല്ലെങ്കിൽ അഭിഷേകം ഉണ്ടാവത്തില്ല. അത്രേ ഉള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ദൈവമായ കർത്താവ് ശക്തിയോടെ വരുന്നു. വിത്ത് മൈറ്റ്, വിത്ത് പവർ ഹി കംസ്. അതെ മക്കൾ, അധികാരമുള്ളവൻ എന്റെ കർത്താവ്. എന്റെ ഈ ദുരിതത്തിന്റെയും ഈ പ്രതിസന്ധിന്റെയും ഈ സങ്കടത്തിന്റെയും എന്റെ ഈ പാപത്തിന്റെയും മേലൊക്കെ അധികാരമുള്ളവൻ. പിന്നെന്തിനു നമ്മൾ ഭയപ്പെടുന്നേ? പിന്നെന്തിനു നമ്മൾ ഭയപ്പെടുന്നേ? എന്റെ പ്രിയപ്പെട്ട ഏത് ജീവിതാവസ്ഥ ആയിക്കൊള്ളട്ടെ, അതിന്റെ മേൽ അധികാരമുള്ള ഒരു കർത്താവ്. ഹല്ലേലൂയ. ഇതാ ദൈവമായ കർത്താവ് ശക്തിയോടെ വരും. അതേ മക്കൾ, ക്രിസ്മസ് എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു അനുഭവം. God is coming to my life with power, with authority. മക്കളെ, കുർബാന സ്വീകരിക്കുമ്പോൾ കർത്താവിനെ ചെറുതാക്കി കളഞ്ഞേക്കല്ലേ. കുർബാന സ്വീകരിക്കുമ്പോൾ കർത്താവിനെ ചെറുതാക്കി കളയല്ലേ. അവൻ ചെറുതായെന്ന് വിചാരിച്ച് നീ കൂടെ അവനെ ചെറുതാക്കല്ലേ. This is God. The Eucharist is Christ. It is the body of Christ. It is Holy Spirit. It is God. കർത്താവ് തന്നെ മുറിച്ച് തന്നതാന്ന്. കുർബാനയില് അവങ്ങൾ അത്ര അവനങ്ങ് ചെറുതാക്കി കളഞ്ഞേക്കല്ലേ. നീ ചെറുതാക്കിയ അവൻ ചെറുതായിട്ടിരിക്കും. നീ അവനെ വലുതാക്കിയ അവൻ വലുതായിട്ട് നിന്റെ ജീവിതത്തിൽ ഇരിക്കും. കുർബാന സ്വീകരിക്കാൻ നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ നിന്റെ ചങ്കിലെ വേദനമാണ്. ഹല്ലേലൂയ. പറയാൻ പാടില്ല എന്നാലും അച്ഛൻ പറയുക. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു വൈദികൻ എന്നോട് പറഞ്ഞൊരു വാക്യം പറയുക. അച്ഛൻ പറഞ്ഞു, അച്ഛൻ ഒത്തിരി സങ്കടപ്പെട്ട് വിഷമിച്ച് ക്ഷീണിച്ച് ശുശ്രൂഷയ്ക്ക് വന്നു. ഒത്തിരി സങ്കടപ്പെട്ട് വിഷമിച്ച് ക്ഷീണിച്ച്. അച്ഛന്മാരെ എടുത്തിട്ട് തട്ടിയേക്കല്ലോ കേട്ടോ. ക്രിസ്തു അച്ഛന്മാരും കാലിയുടെ കൈ അച്ഛനും ക്രിസ്തുവാണ്. കാരണം അച്ഛൻ്റെ സ്വന്തമല്ല പൗരോഹിത്യം, കർത്താവ് കൊടുത്തതാണ്. ഒരു വൈദികൻ്റെ പേരെ പോലും പിന്നെ ചൂണ്ടിയേക്കല് മക്കളെ. എൻ്റെ ജോലി അല്ലത്, എനിക്ക് തൊടാൻ പാടില്ല. ക്രിസ്തുവിന് നേരെ നീ കൈ ചൂണ്ടല്ല. ഒരു മെത്താനച്ഛനെതിരായിട്ട് നീ കൈ ചൂണ്ടരുത്. മക്കളെ, അത് ക്രിസ്തു നോക്കിക്കൊള്ളും. ഈ അച്ഛൻ ഇങ്ങനെ വിഷമിച്ച് അച്ഛൻ പറയാം, 1 മണിക്കൂർ ശുശ്രൂഷയൊക്കെ പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ ഒരു മണിക്കൂർ അച്ഛൻ എന്തെന്നില്ലാത്തൊരു ആനന്ദം, അച്ഛൻ എന്തെന്നില്ലാത്തൊരു ബലം, അച്ഛൻ എന്തെന്നില്ലാത്തൊരു കരുതൽ. ഹല്ലേലൂയ. അതേ മക്കളെ, നീ നിന്റെ ദൈവത്തെ ചെറുതാക്കൽ. അല്പം കഴിയുമ്പോൾ ദിവ്യകാരുടെ നാഥൻ എഴുന്നള്ളി വരും. നീ ചെറുതാക്കല്ല ദൈവത്തെ. നിന്റെ പ്രശ്നത്തിലുള്ള പരിഹാരമാണ് ക്രൈസ്റ്റ്. He is the solution for your problem. അവൻ നിന്റെ രോഗത്തിനുള്ള മരുന്ന്, നിന്റെ പ്രതിസന്ധിക്കുള്ള പരിഹാരമാവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുന്ന് ശക്തിയോടെ വരുന്നു. അവിടുന്ന് കരബലത്താൽ ഭരണം നടത്തും. God has right authority. He reigns over. മക്കൾ അറിഞ്ഞു, കിടന്ന കിടപ്പിലാണ് എൻ്റെ ദൈവത്തിന് അധികാരമുണ്ട്. അതറിഞ്ഞാൽ മതി. എൻ്റെ വീഴ്ചയിൽ എൻ്റെ ദൈവത്തിന് അധികാരം. അവൻ പൊക്കും നിന്നെ. ഇന്നൊരു സംഭവം ഉണ്ടായി. 10 മണിക്കത്തെ ആരാധനയ്ക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി ഏബൽ എന്നു പേരുള്ള ഒരാളെ കർത്താവ് സുഖപ്പെടുത്തണം. 10 മണിക്കത്തെ ശുശ്രൂഷ ഞാൻ ചെല്ലുമ്പോൾ ഒരു അമ്മ ഒരു കൊച്ചിൻ്റെയും ചുമന്നുകൊണ്ട് വന്നിരിക്കും. അവൻ തൂക്കിയെടുത്ത് ഒരു വലിയ കുട്ടി, അമ്മയുടെ വലിപ്പമുണ്ട് കൊച്ചിന്. അമ്മ ഒരു കൊച്ചു പെണ്ണ ദയ കിടക്കുന്ന ഏബൽ. കഴിഞ്ഞ വെള്ളിയാഴ്ച സ്കൂളിൽ പോയതാ കൊച്ച്. തിരിച്ചു വന്നിട്ട് അവൻ കട്ടിലേന്ന് എഴുന്നേറ്റിട്ടില്ല, തളർന്നുപോയി. ഒരു പ്രത്യേകതരം രോഗം, മസിൽസിന് ഇൻഫെക്ഷൻ, കൈകാലുകൾക്ക് ബലമില്ല, വെള്ളം പോലെ തൂങ്ങി കിടക്കുക. മക്കളെ, ആ അമ്മയും കുഞ്ഞും കൂടെ അവിടെ വന്നിരുന്നു. ഞാൻ ചോദിച്ചു, മോനെ തന്നെ കഴിഞ്ഞ കണ്ടാടാ. അപ്പം അമ്മ ഇങ്ങനെ താങ്ങി പിടിച്ച് ഇങ്ങനെ ഓരോന്ന് കാണിച്ചു. ഞാൻ പറയും, ഞാൻ നോക്കാം. ഞാൻ അവൻ്റെ കൈ കൊടുത്തതേ മകളെ. ഞാൻ 2 കൈ നീട്ടി കൊടുത്തു. ഏബൽ എൻ്റെ കയ്യെ പിടിച്ചു. ഞാൻ എൻ്റെ കൊച്ചു എഴുന്നേറ്റാലോ. അവൻ ചിരിച്ചുകൊണ്ടിരിക്കും. അവൻ ഭയങ്കര ചിരിയായിരുന്നു അവൻ്റെ മുഖത്ത്. അവൻ ചിരിച്ചുകൊണ്ട് അവൻ എഴുന്നേറ്റു. ഞാൻ പറഞ്ഞു, നമുക്ക് നടന്നാലോ. ആദ്യം 2 കൈ പിടിച്ച് നടത്തി, പിന്നെ ഒറ്റ കൈ പിടിച്ച് നടത്തി. ഏബൽ നടന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ചെറുതാക്കല്ലേ മക്കളെ, എന്റെ ദൈവത്തെ നിങ്ങൾ ചെറുതാക്കല്ലേ, എന്റെ ദൈവത്തെ നിങ്ങൾ ചെറുതാക്കല്ലേ. ഹല്ലേലൂയ.
അവൻ അതല്ല മക്കൾ, അതിന് അപ്പവും ചെയ്യാൻ പറ്റും. അവൻ അതിന് അപ്പവും ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന. നിനക്ക് വിശ്വസിക്കാൻ പറ്റാത്തത് ചെയ്യുന്നവന്റെ പേരാണ് ദൈവം. നിനക്ക് വിശ്വസിക്കാൻ പറ്റാത്തത് ചെയ്യുന്നവന്റെ പേരാ ദൈവം. നിനക്ക് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചതേ പോലും വിശ്വസിക്കാതെ നിൽക്കുമ്പോൾ നീ അറിഞ്ഞുകൊള്ളുക, ഇത് നിന്റെ ജീവിതത്തിൽ ചെയ്തത് നിന്റെ ദൈവമാണ്. അവിടുന്ന് കരബലത്താൽ ഭരണം നടത്തുന്നു. വിട്ടുകൊടുക്കുക മക്കളെ, അല്പം കൂടെ ഒന്ന് വിട്ടുകൊടുത്തേ. 5 കൊടുത്ത് അവന്റെ കൈ കൊടുക്കുക. 5000 കഴിക്കാനുള്ള ഉണ്ടാക്കി തരുവൻ. കരബലത്താൽ ഭരണം നടത്തുന്നു. സമ്മാനം അവന്റെ കയ്യിലുണ്ട്. ഗിഫ്റ്റ്. സമ്മാനമാക്കി ഒന്ന് പോയേക്കില്ല ഇവിടുന്ന്. വന്ന് പ്രാർത്ഥനയും കൂടി കൈകൊട്ടി പാട്ടുമാടി കഴിച്ചുകൂടെ. ഗിഫ്റ്റ് കിട്ടാത്തവർ കൂടി ഇരുന്നോണം. അവങ്ങളെ വചനം ഓരോ ദിവ്യബലിയും ഇതാ. ഓരോ കുടുംബപ്പാർത്ത് എഴുന്നേൽക്കുമ്പോൾ സമ്മാനമുണ്ട്. ഹല്ലേലൂയ. അച്ഛന്മാര് നോമ്പ് കാലത്ത് 25 ദിവസവും പള്ളിയിൽ വന്നവർക്ക് സമ്മാനം കൊടുക്കാറില്ലേ? അതിനേക്കാളൊക്കെ എത്ര വലുതാ എൻ്റെ ദൈവം. ആ ദൈവം വെച്ചേക്കുന്ന സമ്മാനത്തെ പറ്റി നീ ചിന്തിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. വചനം പഠിപ്പിക്കുക. അവിടുത്തെ സമ്മാനം അവന്റെ കയ്യിലുണ്ട്. പ്രതിഫലം അവിടുത്തെ മുമ്പിലുണ്ട്. റിവാർഡ് മക്കളെ. ഇന്ന് കൊച്ചിത് പറഞ്ഞു. ഒരു കൊച്ചി ആൾക്കാർക്ക് സാക്ഷ്യം പറഞ്ഞു. അച്ഛനെങ്ങനെ പറയുമായിരുന്നല്ലോ, നിങ്ങൾ ചെറിയ വേദന എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ത്യാഗമെടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ, അവങ്ങളെ അനേകം മക്കൾ സമയക്കുറവായതുകൊണ്ട് അച്ഛൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഒരു ഹൈന്ദവ കുട്ടിയെ ഞങ്ങളെ പഠിപ്പിച്ചു തന്നു. ത്യാഗമെടുത്ത അതേ മക്കളെ, നീ പട്ടിണി ഇരുന്നു നോക്ക്. നിന്നിൽ അഭിഷേകത്ത് ഭക്ഷണം കഴിച്ചാൽ നിന്റെ വയറ്റിൽ ചാപ്പാട് നിറയും, ഭക്ഷണം നിറയും. പട്ടിണി ഇരുന്ന് പ്രാർത്ഥിച്ചാൽ നിന്നിൽ അഭിഷേകത്ത് നിറയും, നിന്നിൽ പരിശുദ്ധാത്മാവ് നിറയും. നീ നിനക്ക് ഡയബറ്റീസ്, നിനക്ക് ഗ്യാസ് ട്രബിൾ, നിനക്ക് ഈ ഗ്യാസ് ട്രബിളും ഡയബറ്റീസും എന്നും ഉണ്ടാവും. ഒരച്ഛൻ, നമ്മുടെ ഒരു അച്ഛനാണ്, ഒരു വലിയച്ഛൻ. അച്ഛന് ഡയബറ്റിക് പ്രോബ്ലം ഉണ്ടായിരുന്നു. അച്ഛൻ എന്നോട് ഒരു ദിവസം പറഞ്ഞാൽ, അച്ഛൻ ഈ ഉപവാസം എന്ന് പറയുമ്പോൾ എനിക്ക് കൊതി വരിക. കാരണം പരിശുദ്ധാത്മാവിനെ നയിക്കുന്നവർക്ക് ഉപവാസത്തോട് കൊതി തോന്നുമല്ലോ. ഈസ് എ ഡയബറ്റിക് പേഷ്യൻറ്റ്. ഡയബറ്റീസിന് മരുന്ന് കഴിക്കുന്ന അച്ഛനാണ്. ഒരു ദിവസം ഇതുപോലെ വൈകുന്നേരത്തെ ശുശ്രൂഷയിൽ അച്ഛൻ പങ്കെടുത്തു. അച്ഛൻ പറഞ്ഞു, ഞാൻ അന്ന് മുതൽ ഉപവാസം ആരംഭിച്ചു. എനിക്ക് ഷുഗറിന്റെ പ്രശ്നമോ എനിക്ക് മറ്റൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. നന്നായിട്ട് കൈയടിക്കും മക്കളെ, ഒരു അഭിഷേകമായിട്ട് മാറട്ടെ. ഹല്ലേലൂയ. അതെ മക്കളെ, തിരുവചനം പറയാം, അവിടുത്തെ പ്രതിഫലം അവിടുത്തെ മുമ്പിലുണ്ട്. ഇടയനെ പോലെ അവിടെ നാട്ടിൻകൂട്ടത്തെ മേയിക്കുന്നു. ചത്ത് ആടിനെ സ്നേഹിക്കുന്നവന്റെ പേരാണ് ഇടയൻ. ചത്ത് ആടിനെ സ്നേഹിക്കുന്നവന്റെ പേരാണ് ഇടയൻ. ചത്ത് ആടുകളെ സ്നേഹിച്ചവന്റെ പേരാണ് ക്രിസ്തു. ഹല്ലേലൂയ. എന്താ ഇവിടെ ഒരു ചേച്ചി ചോദിക്കുന്ന കേട്ടു? ഇല്ല, ഞാൻ പറഞ്ഞ കന്നഡക്കാരി എന്നോട് ചോദിച്ചത്. കന്നഡക്കാരി പറയുക, ഈ ഭർത്താവ് കൂടോത്രം ചെയ്ത് കഴിഞ്ഞപ്പോൾ പിശാചി വന്നിട്ട് അവരോട് പറഞ്ഞു, നിന്നെ തൊടാൻ പാടില്ല, പക്ഷെ നിന്റെ മക്കളെ ഞാൻ തൊടും, നിന്റെ ഭർത്താവിനെ ഞാൻ നശിപ്പിക്കും. ഹല്ലേലൂയ. അപ്പൊ ഈ ചേച്ചി തിരിച്ചു ചോദിച്ചെന്ന, അതിന് നീ എനിക്ക് വേണ്ടി രക്തം ചിന്തിയിട്ടുണ്ടോ? നീ എനിക്ക് വേണ്ടി മരിച്ചിട്ടില്ലല്ലോ, പിന്നെ നിനക്ക് എന്താ അധികാരം? നീ എനിക്ക് വേണ്ടി രക്തം ചിന്തിട്ടില്ലല്ലോ, നീ എനിക്ക് വേണ്ടി മരിച്ചിട്ടില്ലല്ലോ, പിന്നെന്താ നിനക്ക് എന്റെ മേൽ അധികാരം? കൈയടിച്ച് കർത്താവിന്റെ മഹത്വം കൊടുക്കും മക്കളെ. അവൻ എനിക്ക് വേണ്ടി രക്തം ചിന്തിയിട്ടുണ്ട്, അവൻ എനിക്ക് വേണ്ടി മരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവന് എന്റെ മേൽ അധികാരം. ക്രിസ്തുവിന് അധികാരമാണ് മക്കളെ. തിയോളജി പഠിപ്പിക്കുക. ഞാൻ തിയോളജി ഇതുവരെ പഠിച്ചിട്ടില്ലാത്ത കാര്യം പഠിപ്പിച്ചു തന്നാണ്. ക്രിസ്തുവിന് എൻ്റെ മേലുള്ള അധികാരത്തിന്റെ കാരണം ഒരു തിയോളജിക്കൽ റീസൺ എന്നെ ഇന്ന് പഠിപ്പിക്കാൻ പറയാ. ഞാൻ ഈ കൂണാരത്തിലാണ് ഇപ്പം ബൈബിളും തിയോളജിയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കണേ. ആ പങ്ക് വെച്ച് കർണാടകയിൽ നിന്ന് കയറ്റി കർത്താവ് ട്രെയിനെ കയറ്റി വിട്ടിരിക്കുക ഇങ്ങോട്ട് എന്നെ തിയോളജി പഠിപ്പിക്കാൻ. ക്രിസ്തു നിനക്ക് വേണ്ടി രക്തം ചിന്തി, ക്രിസ്തു നിനക്ക് വേണ്ടി മരിച്ചു, അതാണ് ക്രിസ്തുവിന്റെ അധികാരം. ഹല്ലേലൂയ. മക്കള്, മാതാപിതാക്കൾക്ക് മക്കളുടെ മേൽ അധികാരം പോകുന്ന എന്തുകൊണ്ടാണെന്നറിയോ? രക്തം ചിന്തിയിട്ടില്ല. ഇന്നൊരമ്മയുടെ സാക്ഷ്യം ഉണ്ടായിരുന്നു. 2ാം മാസം 3ാം മാസം ബ്ലീഡിങ് പ്രശ്നങ്ങൾ, കൊച്ചിനെ അബോർഷൻ ചെയ്യാൻ തീരുമാനിച്ചു. അബോർഷൻ ചെയ്യണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. കൊല്ലാൻ. എൻ്റെ പൊന്ന് ഡോക്ടർ സാറേ, ജീവൻ കൊടുക്കാനുള്ള ആളാ കേട്ടോ സാറേ, ജീവൻ കൊടുക്കാനുള്ള ആളാ. കൊന്നാലുണ്ടല്ലോ കിട്ടും, തലമുറകൾക്ക് കിട്ടും സാറേ, തലമുറകൾക്ക് കിട്ടും. മക്കളെ, ഈ പെങ്കൊച്ചു പറഞ്ഞു, ഞാൻ ചത്താലും ശരി, ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടി ഞാൻ അനുഭവിച്ച് കാത്തു നോക്കിയിരിക്കും.
9 മാസം കടന്ന കിടപ്പിൽ ഇടതോട്ടും വലതോട്ടും തിരിയാൻ വയ്യാതെ ഈ പെങ്കൊച്ച് കിടന്നു. ദൈവമക്കളെ, അവളൊരു പുരോഹിതനേക്കാളും വലുതാകുകയാണല്ലോ. ഈ അച്ഛൻ നിന്നിട്ടില്ല. 9 മാസം ദൈവമക്കൾ രക്ഷപ്പെടാൻ വേണ്ടി, നിങ്ങൾക്കറിയോ, ജോൺ ഓഫ് ദ ക്രോസ് 10 മാസം ആണെന്ന് എൻ്റെ ഒരു ഓർമ്മ. ജയിലിൽ കിടന്നു, കുളിക്കാതെ നനയ്ക്കാതെ ഇട്ടുപൂട്ടി ജയിലിൽ കിടന്ന വിശുദ്ധൻ 10 മാസം. ഒരു ദിവസം കുളിക്കാതിരിക്കാൻ പറ്റുമോ? 2 ദിവസം കുളിക്കാതിരിക്കോ? ദൈവമക്കളെ, സ്വർഗ്ഗം അടുത്ത് വെച്ചിട്ടുള്ള കുറച്ച് മനുഷ്യര് ലോകത്തിന് മേൽ വിജയം നേടിയവരാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകത്തിന്റെ സുഖങ്ങളല്ല മക്കളെ, ലോകത്തിന്റെ സൗകര്യങ്ങൾ നിന്നെ ദൈവത്തിൽ നകറ്റിക്കളയും. നിനക്ക് ദൈവത്തെയും മാമോനെയും ഒരുപോലെ സേവിക്കാൻ സാധിക്കില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇടയനെ പോലെ അവിടുന്ന് ആട്ടിൻകൂട്ടത്തെ മേയിക്കുന്നു. അവിടുന്ന് ആട്ടിൻകുട്ടികളെ കരങ്ങളിൽ ചേർത്ത് മാറോടണച്ച് നിന്റെ പ്ലേസ് എവിടെന്നറിയോ? കർത്താവിന്റെ ചങ്കില്. ആ മക്കളെ, ഇടയ്ക്ക് ധ്യാനിക്കേണ്ട ഒരു വിഷയമാണ്. കർത്താവിന്റെ ചങ്കിലെ ചൂടാണ് നിന്റെ ശരീരത്തിന്റെ ചൂട്. കർത്താവിന്റെ ചങ്കിലെ ചൂടാണ് നിന്റെ ജീവിതത്തിന്റെ ജീവൻ, നിന്റെ ജീവിതത്തിന്റെ ബലം, നിന്റെ ജീവിതത്തിന്റെ കരുത്ത്. തിരുവചനം അച്ഛൻ സാഹിത്യം പറയുവോ, അച്ഛൻ അതും ഇതും പറയുവല്ലോ, ബൈബിളാ വായിച്ചു കൊടുക്കുന്നത്. അവിടുന്ന് കരങ്ങളിലെടുത്ത് മാറോടണയ്ക്കും. അമ്മ, ഞാൻ കേട്ടിട്ടുണ്ട്, ചില അപ്പന്മാരും അമ്മമാരും മക്കള് വല്ലാതെ സംസാരിക്കുമ്പോൾ പറയടാ. അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, ഹൈറേഞ്ചിൽ ഒരു പള്ളിയിലിരിക്കുമ്പോ ഒരു മോള് കണ്ടവന്റെ പുറകെ ഇറങ്ങിപ്പോയി. ഇറങ്ങി വന്ന് അവസാനം പിടിച്ച്, അച്ഛനാണല്ലോ അവിടുത്തെ പോലീസ്, ഹൈറേഞ്ചിലൊക്കെ പോലീസ് അച്ഛന്മാര് തന്നെയാണ്. അടുത്ത് വന്നു കൊണ്ടുവന്ന് നിർത്തി. പെങ്കൊച്ച്, അതുവരെ അപ്പന്റെ നിഴലിൽ നിന്ന പെങ്കൊച്ച് പറഞ്ഞു, ഇവരോട് അച്ഛനൊന്ന് ചോദിക്കാൻ എന്നെ സ്നേഹിച്ചിട്ടുണ്ടോന്ന്. ഞാൻ എന്ത് പറയാനാ, ചോദിക്കാനുള്ള കരുത്ത് എനിക്കില്ല. ഞാൻ പതുക്കെ അപ്പന്റെ മുഖത്തോട്ട് നോക്കി. അപ്പം പറഞ്ഞു, നിനക്കറിയില്ലായിരിക്കും, നിന്റെ അമ്മ നിന്നെ പെറ്റിട്ട്. ഒരു വാൾപ്പാറ എന്ന സ്ഥലത്ത്, തമിഴ്നാട്ടിലെ ഏതോ സ്ഥലമാണ്, ഞാൻ പോയിട്ടുണ്ട്. വാൾപ്പാറയില് ഇദ്ദേഹം എസ്റ്റേറ്റിലെ ഒരു ഓഫീസറായിരുന്നു. കൊച്ചി ജനിച്ച് ഒരു ദിവസം കൊച്ചിന് പനി വന്നു. ദൈവമക്കൾ, ഈ മനുഷ്യൻ എന്നിട്ട് കഥ പറഞ്ഞു തുടങ്ങുക. ആ രാത്രിയിൽ ഒരു വണ്ടിയില്ല, വഴിയിൽ ആന ഇറങ്ങുന്ന രാത്രിയിൽ നിന്നെ എന്റെ ചങ്കിലെ ചൂടോടുകൂടി ചേർത്ത് വെച്ച് എത്രയോ ദൂരം വന്നിട്ട് അവിടുന്ന് വണ്ടി പിടിച്ച് തൃശ്ശൂര് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നിന്നെ ഇട്ടപ്പോ, മോളെ, ഞാൻ മരണത്തെ പേടിച്ചില്ല. എനിക്ക് നീ പൊന്നായിരുന്നു, എനിക്ക് നീ ജീവനായിരുന്നു. എന്റെ ചങ്കിലെ ചൂടാ മോളെ, ഇന്ന് നിന്റെ ജീവൻ. കൈയടിക്ക് മക്കളെ, അപ്പന്മാരും അമ്മമാരെങ്കിലും ഒന്ന് കൈയടിക്കത്. അനേക യുവാക്കന്മാർ ഈ വചനം കേൾക്കുന്നുണ്ടല്ലോ. അപ്പന്റെ അമ്മയുടെ നെഞ്ചിലെ ചൂടാ ദൈവ പൈതലെ നീ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുന്ന് ആട്ടിൻകുട്ടികളെ കരങ്ങളിൽ ചേർത്ത് മാറോടണയ്ക്കുന്നു. തള്ളയാടുകളെ സാവധാനം നയിക്കുന്നു. 27-ാം വാക്യം, യാക്കോബേ, ഇസ്രായേലേ, എൻ്റെ വഴികൾ കർത്താവിൽ നിന്നും അകഞ്ഞിരിക്കുന്നു. ദൈവം എന്നെ നോക്കുന്നില്ല, നമ്മുടെ പരാതിയല്ലേ ബൈബിളിൽ എഴുതി വെച്ചേക്കുന്നു. ദൈവം എന്നെ കാണുന്നില്ലല്ലോ. എൻ്റെ അവകാശം ദൈവം കണക്കിൽ എത്ര ഉപവസിച്ചതല്ലേ, എത്ര ചൊവ്വാഴ്ചയായിട്ട് വരുന്നതാ, എന്തോ ഒരു കഷ്ടപ്പെട്ട് വരുന്നതാ. നീ എൻ്റെ അവകാശം കണക്കിലെടുക്കുന്നില്ലേ എന്ന് നീ പരാതി പറയുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്കറിഞ്ഞൂടെ? നിങ്ങൾ കേട്ടിട്ടില്ലേ? കർത്താവ് നിത്യനായ ദൈവം ഭൂമി മുഴുവന്റെ സൃഷ്ടാവാണ്. അവിടുന്ന് ക്ഷീണിക്കുകയോ അവിടുന്ന് തളരുകയോ ഇല്ല. അവിടുത്തെ മനസ്സ് നിനക്കൊരിക്കലും പിടികിട്ടത്തില്ല. തമ്പുരാന്റെ മനസ്സ് അഗ്രാഹ്യമാണ്. ഹല്ലേലൂയ. അവസാന വാക്യങ്ങൾ വായിച്ച് അവസാനിപ്പിച്ചേക്കാം. തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു. വിശുദ്ധനല്ല, പുണ്യവാനല്ല, തളർന്നവന്. If you are weak, നീ തളർന്നെങ്കിൽ പൈതല്, ഈ വചനം കേൾക്കുമ്പോ നിന്റെ അസ്ഥികളിലേക്ക്, നിന്റെ പേശികളിലേക്ക്, നിന്റെ ഞരമ്പുകളിലേക്ക് ഇറങ്ങുന്ന ഒരു ദൈവശക്തിയുണ്ട്. തളർന്നവൻ അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുന്നു. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം. ചെറുപ്പക്കാർ ശക്തിയറ്റു വീണേക്കാം. എന്നാൽ
ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അതേ മക്കളെ, ഇസ്രായേൽ ജനം ഇതാ വിപ്രവാസത്തിന്റെ നാട്ടില് പൊന്നു പൈതലെ, ദൈവം കണ്ട പൗരോഹിത്യത്തിൽ എത്താൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ, ദൈവം സ്വപ്നം കണ്ട സന്യാസത്തിൽ എനിക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ദൈവം നിന്നെ പറ്റി കണ്ട സ്വപ്നത്തിൽ നിനക്ക് എത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ, ഇതാ അവർ ശക്തി പ്രാപിക്കും. കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാലും തളരുകയില്ല. കരങ്ങളൊന്ന് ദൈവസന്നിധിയിലേക്ക് നീട്ടിപ്പിടിച്ച് സ്വർഗം നിന്റെ മേൽ അഭിഷേകം പെയ്യുക, സ്വർഗം നിന്റെ മേൽ സൗഖ്യം പെയ്യുക, സ്വർഗത്തിനോട് കരുണ കാട്ടുക, ദൈവത്തിന്റെ കൃപയൊഴുക. യേശുവേ, 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 യേശുവേ. കരങ്ങളടിച്ച് കൈയടിച്ച് സർവശക്തനായ ദൈവമേ, ദൈവമേ, കൈവണങ്ങിടുന്നിതങ്ങയെ അല്പം കൂടെ തീക്ഷണതയോടെ നന്മകൾക്കു ഞാൻ നന്ദി ചൊല്ലി വാഴ്ത്തിടും. കൂപ്പ് കൈക്കുരുന്നുമായി ഈശോ കാൽക്കൽ വന്നു കാത്തിടുന്നു ഞാൻ. ഒരു പുത്തൻ അഭിഷേകം, കരങ്ങൾ നീട്ടി ഞങ്ങളെ വചനത്തിന്റെ അഭിഷേകം, നിത്യമായ അനുഗ്രഹിക്കണേ. പാപലേശമേശിടാതെ പാദമാശ്രയിച്ചിടും ഇവർ ഈശോയേ പാവന പ്രകാശധാരയിൽ ലീനരായിടണമെന്ന് നിന്റെ ആഗ്രഹത്തിനൊത്തപ്പോ ഈശോയെ നിന്റെ ഇഷ്ടം എൻ പ്രവൃത്തികൾ സമസ്തവും നിർവഹിച്ചു നിത്യഭാഗ്യവും കൈവരിക്കുവാൻ വരൂവർ. കരങ്ങളെ അത്തിക്കൊട്ടി ശക്തനായ ദൈവമേ, കൈവണങ്ങിടുന്നിതങ്ങയെ നിന്നനന്ദനന്മകൾക്കു ഞാൻ നമ്മെ ചൊല്ലി വാഴ്ത്തിടുന്നേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ നിലവിളി അങ്ങേ പകലെത്തുകയും ചെയ്യട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ അന്തോനീസിനെ ഞങ്ങൾക്കെന്നും സഹായമരുളുന്ന മധ്യസ്ഥനായി അങ്ങ് നൽകിയല്ലോ. ആ വിശുദ്ധന്റെ യോഗ്യതകൾ വഴി ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകളെ ദയാപൂർവം ശ്രമിക്കണമെന്ന് നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. വിശുദ്ധ അന്തോനീസിന്റെ മധ്യസ്ഥം വഴിയായി നമ്മുടെ നിരവധിയായിട്ടുള്ള നിയോഗങ്ങൾ സമർപ്പിക്കാം. ഇന്നലെ സായാഹ്നം മുതൽ ഈ സമയം വരെ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന എല്ലാ മക്കളെയും ഇന്ന് പാതിരാവോളം കടന്നു വരാനിരിക്കുന്ന ഏകദേശം 2 ലക്ഷത്തിലധികം മക്കള് പൊന്നു കർത്താവിന്റെ കരങ്ങളിലേക്കൊന്ന് സമർപ്പിച്ച് ഒരുപാട് വിഷമിക്കുന്നവര്, വേദനിക്കുന്നവര് ലോകമെമ്പാടും ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ ഇപ്പൊ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന 10,000 മക്കള് ദൈവത്തിന്റെ അത്ഭുതകരമായ കരം എല്ലാ മക്കളെയും ബലപ്പെടുത്തട്ടെ, എല്ലാവർക്കും ശക്തി കൊടുക്കട്ടെ, പുത്തൻ അഭിഷേകം കൊടുക്കട്ടെ, പുതിയ കൃപ കൊടുക്കട്ടെ. യേശുവേ, രോഗികളായിട്ടുള്ള മക്കളെ സമർപ്പിക്കുന്നു. മാരക രോഗങ്ങള്, മഹാരോഗങ്ങള്, ആശുപത്രികളിൽ ഭവനങ്ങളിൽ കഴിയുന്നവര്, ഐസിയുലും വെന്റിലേറ്ററും ഒക്കെ ആയിരിക്കുന്നവര്, മാനസിക രോഗങ്ങള്, ക്യാൻസർ രോഗങ്ങള്, ട്യൂമർ രോഗങ്ങള്, ബ്രെയിൻ സംബന്ധ രോഗങ്ങള്, നെർവ് സംബന്ധ രോഗങ്ങള്, കൊച്ചു കുഞ്ഞുങ്ങൾ, ഓട്ടിസ്റ്റിക്, ഡൗൺ സിൻഡ്രോം, ഹൈപ്പർ ആക്റ്റീവ് കുഞ്ഞുമക്കള്, സ്ത്രീ സംബന്ധ രോഗങ്ങള്, പുരുഷ സംബന്ധ രോഗങ്ങള്, ഹൃദയ സംബന്ധ രോഗങ്ങള്, ശ്വാസകോശ സംബന്ധ രോഗങ്ങള്, ലിവറിന്റെ, കിഡ്നിയുടെ, പാൻക്രിയാസിന്റെ, ആന്തരിക അവയവങ്ങളുടെ രോഗപീഠകള്, അസ്ഥി രോഗങ്ങള്, ത്വക്ക് രോഗങ്ങള്, തകർന്ന കുടുംബ ബന്ധങ്ങള്, ഡൈവോഴ്സിന്റെ വക്കിലെത്തി നിൽക്കുന്നവര്, കടക്കണികള്, ജപ്തി നോട്ടീസുകള്, സാമ്പത്തിക ബുദ്ധിമുട്ടുകളായിരിക്കുന്നവര്, പരീക്ഷകൾ എഴുതുന്നവര്, ഇന്റർവ്യൂകളിൽ പങ്കെടുക്കുന്നവര്, വലിയ തകർച്ചകളിലൂടെ കടന്നു പോകുന്നവര്, അടുത്ത ദുഃഖം, നിരാശ, കോപം, ഭയം, ആത്മഹത്യ പ്രവണതകൾക്ക് അടിപ്പെട്ട് കഴിയുന്നവര്, സൈക്കാട്രിക് ഡിസോർഡേഴ്സ് ഉള്ളവര്, ഡിപ്രഷന് മരുന്ന് കഴിക്കുന്ന മക്കള്, ഡോക്ടർമാർ ഉപേക്ഷാവസ്ഥകള്, ശരീരം തളർന്നു പോയവര്, അബോധാവസ്ഥയിൽ കഴിയുന്നവര്, വിവാഹ തടസ്സങ്ങള്, ജോലി തടസ്സങ്ങൾ അനുഭവിക്കുന്നവര്, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികള്, വിശുദ്ധനായ തീക്ഷണതയുള്ള ധാരാളം വൈദികരെ, സന്യസ്തരെ തരണേ. വിശുദ്ധിയുള്ള ധാരാളം ദൈവവിളികൾ തരണേ. തീക്ഷണതയുള്ള ധാരാളം അൽമായ പ്രേക്ഷിതരെ തരണേ.
കർത്താവിന്റെ ആൾക്കാരിൽ എഴുതി സമർപ്പിച്ച നിയോഗങ്ങള്, ഇമെയിലൂടെ, വെബ്സൈറ്റിലൂടെ, ടെലിഫോണിലൂടെ വന്നിട്ട് നിയോഗങ്ങള്, ഈ സമയത്ത് നീറുന്ന മനസ്സോടെ ലോകമെമ്പാടും ഇരുന്ന ദൈവമക്കൾ സമർപ്പിക്കുന്ന നിയോഗങ്ങള്, യേശുവേ യേശുവേ യേശുവേ. പുണ്യവാന്റെ മധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. മഹാത്മാവായ വിശുദ്ധ അന്തോനീസേ, അങ്ങേഹത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങയിൽ പ്രശോഭിച്ചിരുന്ന അഗാധമായ ദൈവസ്നേഹവും ശ്രേഷ്ഠമായ പുണ്യങ്ങളും സ്വസഹോദരങ്ങളോടുള്ള നിസ്സീമമായ കാരുണ്യവും അങ്ങേ അത്ഭുതകരമായ ശക്തിവിശേഷങ്ങൾക്ക് അർഹനാക്കി തീർത്തിരിക്കുന്നുവല്ലോ. ഒരേ ഒരു വാക്കുകൊണ്ട് മാത്രം എന്ത് അത്ഭുതവും പ്രവർത്തിക്കുന്നതിനുള്ള അമൂല്യവരം നൽകപ്പെട്ടിരിക്കുന്ന അങ്ങ് ക്ലേശത്താൽ പീഡിപ്പിക്കപ്പെടുന്ന അങ്ങേ വിശ്വസ്ത മക്കൾക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ധാരാളമായി നൽകുന്നതിന് സദാ സന്നദ്ധനാണെന്ന് ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു. രോഗികൾക്ക് ആരോഗ്യത്തെ പ്രദാനം ചെയ്യുന്നതിനും നഷ്ടപ്പെട്ട വസ്തുക്കളെ വീണ്ടെടുക്കുന്നതിനും സങ്കടപ്പെടുന്നവർക്ക് ആശ്വാസം നൽകുന്നതിനും മരിച്ചവരെ പുനർജീവിപ്പിക്കുന്നതിനും കഴിവുള്ള അങ്ങേക്ക് അസാധ്യമായ യാതൊന്നുമില്ല. ഇപ്രകാരമുള്ള ചിന്തയാൽ പ്രേരിതനായി അങ്ങയുടെ മാധ്യസ്ഥ ശക്തിയിൽ പരിപൂർണ വിശ്വാസമുള്ളവനായി ഞാൻ അങ്ങേ സഹായം അഭ്യർത്ഥിക്കുന്നു. ശാന്തനും സ്നേഹസമ്പൂർണനുമായ വിശുദ്ധ അന്തോനീസേ, ജീവകാരുണ്യത്താൽ തുടിക്കുന്ന ഹൃദയത്തോടു കൂടിയ കൃപാസാഗരമേ, അങ്ങയുടെ നിർമ്മല കരങ്ങളിൽ വിഹരിക്കുന്നതിനും അങ്ങയോട് മധുരഭാഷണം ചെയ്യുന്നതിനും തിരുമനസ്സായ ആദിവ്യോണ്ണീശോയുടെ തിരുസന്നിധിയിൽ എന്റെ വിനീതവും ആശാപൂർണവുമായ പ്രാർത്ഥനകളെ സമർപ്പിച്ച് ഞാൻ അപേക്ഷിക്കുന്ന അനുഗ്രഹങ്ങളെ. കരുണയുടെ നാഥന്റെ തിരുമുഖത്തേക്ക് മക്കളൊന്ന് നോക്കിക്കേ. ചങ്കിലെ ചൂട് കൊണ്ട് നമുക്ക് ജീവൻ തരുന്ന കർത്താവ്, വീണ് പോയവനെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന കർത്താവ്, ബലഹീനനെ ശക്തി കൊടുക്കുന്ന കർത്താവ്, മുറിവേറ്റവനെ വെച്ച് കെട്ടുന്ന കർത്താവ്, നിന്നെ കൈകളിൽ എടുക്കുന്ന കർത്താവിന്റെ മക്കളെ കരങ്ങൾ നീട്ടിയൊന്ന് വിളിച്ച് യേശുവേ യേശുവേ യേശുവേ. പ്രിയപ്പെട്ടവരുടെ മുഖങ്ങൾ കണ്ടൊന്ന് പ്രാർത്ഥിക്കാമോ? ജന്മം തന്ന മാതാപിതാക്കളുടെ മുഖങ്ങൾ കണ്ടൊന്ന് പ്രാർത്ഥിച്ച്, ജീവിത പങ്കാളിയുടെ മുഖം കണ്ടൊന്ന് പ്രാർത്ഥിച്ച്, സഹോദരന്റെ മുഖങ്ങൾ കണ്ടൊന്ന് പ്രാർത്ഥിച്ച്, കുഞ്ഞുങ്ങളുടെ പേരുകൾ പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ച്, പ്രിയപ്പെട്ടവരുടെ മുഖങ്ങൾ കണ്ടൊന്ന് പ്രാർത്ഥിച്ച് യേശുവേ യേശുവേ. അടുത്ത് നിൽക്കുന്നവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു 10 പേര്, ഒരുപാട് നൊമ്പരം, ഒരുപാട് വേദന, ഒരുപാട് ദുഃഖങ്ങളാ. യേശുവേ യേശുവേ. ദേവാലയത്തിനകത്തും പുറത്തും ബസ് സ്റ്റാൻഡിലും വാഹനക്കുള്ളിലും കടകളുടെ മുമ്പിലും ഒക്കെ നിൽക്കുന്നവര്, വിദേശ രാജ്യങ്ങളിലും വിദൂര സ്ഥലങ്ങളിലും ഇരുന്ന് നമ്മളോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവര്, ഭവനങ്ങളിലും ആശുപത്രികളിലും രോഗക്കിടക്കളിലും ഒക്കെ ആയിരിക്കുന്നവര്, ഒരുപാട് വിഷമിക്കുന്നവര്, വേദനിക്കുന്നവര് ഒന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ച് യേശുവേ യേശുവേ ലഭിച്ചു തരണമേ എന്ന് സകല വരപ്രസാദങ്ങളുടെയും ഉറവയായിരിക്കുന്ന സർവേശ്വരനോട് തന്റെ നിർമ്മല മാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും സകല വിശുദ്ധരോടും ചേർന്ന് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഉണ്ണീശോയുടെ വിശ്വസ്ത സ്നേഹിതനായ വിശുദ്ധ അന്തോനീസേ, അങ്ങേ മാധ്യസ്ഥം തേടുന്നവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ നിരവധിയാണല്ലോ. മനഃശരണത്തോടുകൂടെ അങ്ങയോട് ഞാൻ യാചിക്കുന്ന നന്മകൾ എനിക്ക് തന്നൊരുളണമേ. എന്റെ ആത്മശരീരങ്ങളെയും എനിക്കുള്ള എല്ലാറ്റിനെയും അങ്ങയെ ഭരമേൽപ്പിക്കുന്നു. അങ്ങേ പാദാന്തികത്തിലായിരിക്കുമ്പോൾ എനിക്ക് യാതൊന്നും ഭയപ്പെടാനില്ല. ഓ ധന്യനായ വിശുദ്ധ അന്തോനീസേ, അങ്ങയുടെ അനുഗ്രഹങ്ങളെ ഞാൻ എന്നും കൃതജ്ഞതാപൂർവം പ്രകീർത്തിക്കും. എന്റെ പ്രത്യേക മധ്യസ്ഥനായി അങ്ങയെ വന്ദിക്കുന്നതാണെന്നും അങ്ങയോടുള്ള ഭക്തി വഴി ഈശോയെ കൂടുതൽ സ്നേഹിക്കുവാൻ പരിശ്രമിക്കുന്നതാണെന്നും ഞാൻ അങ്ങയോട് വാഗ്ദാനം ചെയ്യുന്നു. അപേക്ഷിക്കുന്നവർക്ക് എന്നും സഹായമരുളുന്ന വിശുദ്ധ അന്തോനീസേ,
അങ്ങേ സഹായം അപേക്ഷിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. ബലഹീനരെ ശക്തിപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ. ആമേൻ. ഉണ്ണീശോ അത്യധികം സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്ത വിശുദ്ധ അന്തോനീസേ, ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ. വചനങ്ങളിലും പ്രവർത്തികളിലും അത്ഭുത സിദ്ധിയുള്ള വിശുദ്ധ അന്തോനീസേ, ഞങ്ങളുടെ നിസ്സഹായ അവസ്ഥയിൽ ഞങ്ങൾ അങ്ങേ സഹായം തേടുന്നു. ഞങ്ങളെ സഹായിക്കണമേ. കാരുണ്യം അപേക്ഷിക്കുന്നവരെ ദയാപൂർവ്വം ശ്രമിക്കുന്ന വിശുദ്ധ അന്തോനീസേ, ഞങ്ങളുടെ ക്ലേശങ്ങളിൽ ഞങ്ങൾ അങ്ങേ പക്കൽ അണയുന്നു. ഞങ്ങളിൽ കനിയണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ വിശുദ്ധ അന്തോനീസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഈശോയെ, അങ്ങേ വിശുദ്ധ ശുശ്രൂഷകനായ വിശുദ്ധ അന്തോനീസിനെ വിശേഷ പുണ്യങ്ങളാൽ അലങ്കരിക്കുന്നതിനും അത്ഭുതങ്ങൾ ധാരാളമായി പ്രാർത്ഥിക്കുന്നതിനുമുള്ള ദൈവിക ശക്തി അദ്ദേഹത്തിന് നൽകുന്നതിനും തിരുമനസ്സായ കർത്താവേ, അങ്ങേ കൃപാകടാക്ഷത്താൽ ആ വിശുദ്ധന്റെ മാധ്യസ്ഥം വഴിയായി ഞങ്ങൾ വിശ്വാസവും യാചിക്കുന്ന സകല അനുഗ്രഹങ്ങളും നൽകണമെന്ന് സ്വർഗത്തിൽ നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന പിതാവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. അത്ഭുത പ്രവർത്തകൻ എന്ന മഹനീയ നാമത്താൽ പ്രകീർത്തിതനും അനാഥരുടെ പിതാവുമായ വിശുദ്ധ അന്തോനീസേ, അങ്ങ് ദയാപൂർവം ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നുവല്ലോ. അങ്ങ് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി പ്രകാശിപ്പിക്കുന്നു. ഞങ്ങൾ എന്നും ദൈവസ്നേഹത്തിലും സഹോദരങ്ങളോടുള്ള ഐക്യത്തിലും ജീവിക്കുന്നതാണെന്ന് അങ്ങയോട് പ്രതിജ്ഞ ചെയ്യുന്നു. അങ്ങയുടെ അനുഗ്രഹങ്ങളും സംരക്ഷണവും ഇനിയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ദയാനിധിയായ വിശുദ്ധ അന്തോനീസേ, അങ്ങേ മഹത്വമേറിയ സഹായം എല്ലായ്പ്പോഴും ഞങ്ങൾക്ക് അനുഭവപ്പെടുവാൻ ഇടയാക്കണമേ. പാപങ്ങളിൽ നിന്നകന്ന് അങ്ങേ വിശുദ്ധ മാതൃക അനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ശത്രുക്കളുടെ പ്രലോഭനങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ. മരണവിനാഴികയിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും അങ്ങയോടൊന്നിച്ച് ദൈവത്തെ നിത്യം സ്തുതിക്കുവാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നേടിത്തരികയും ചെയ്യണമേ. ആമേൻ. എല്ലാ നന്മകളുടെയും ദാതാവായ ത്രിത്വൈക ദൈവത്തെ നമുക്കൊന്ന് ചേർന്ന് സ്തുതിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. വൈദികർ ഒന്ന് ചേർന്ന് ദൈവമക്കളെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപാനിധിയായ ദൈവമേ, ക്ലേശിതരും രോഗാതുരരും നിസ്സഹായരുമായ അനേകർ അങ്ങേ ദാസനായ വിശുദ്ധ അന്തോനീസിന്റെ പക്കൽ ഓടിയണയുന്നത് അങ്ങ് കാണുന്നുവല്ലോ. അവർ ഈ വിശുദ്ധന്റെ മാധ്യസ്ഥ ശക്തി വഴി ഹൃദയ സമാധാനവും ആയുരാരോഗ്യവും സ്വർഗീയ നന്മകളും പ്രാപിച്ച് അങ്ങേക്ക് നന്ദി പ്രകാശിപ്പിക്കാൻ ഇടയാക്കണമേ എന്ന് നിത്യം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന സർവേശ്വരന്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ വന്നണയുകയും നിങ്ങളിൽ നിത്യം നിലനിൽക്കുകയും ചെയ്യട്ടെ. അവിടുത്തെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിലും കുടുംബങ്ങളിലും ഇന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. 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 അനുഗ്രഹിക്കുന്ന മക്കളെ, ഇതാ ഒരു വലിയ അഭിഷേകത്തിന് നീ ഒരുങ്ങിക്കോ. ഇതാ ഉദ്ധിതനായ മെസ്സിഹ തിബേരിയാസ് തീരത്ത് വെച്ച് അപ്പോസ്തലന്മാരെ കണ്ടുമുട്ടിയവൻ, ഒരു രാത്രിയുടെ യാമത്തിൽ വന്നിട്ട് പ്രഭാതത്തെ വിളിച്ചുണർത്തിയവൻ, ശൂന്യമായ വലയിൽ നിറച്ച് മത്സ്യം കൊടുത്ത കർത്താവ് ഇതാ നിന്റെ ജീവിതത്തിലേക്ക് അവിടുന്ന് കടന്നു വരുന്നു. ഇരു കരങ്ങളും ഉയർത്തി, സ്വരം ഉയർത്തി, എല്ലാം മറന്ന് ദൈവമക്കൾ ഒന്ന് വിളിച്ച് യേശുവേ, 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 യേശുവേ. കൈകൾ കൊട്ടി ആരാധിച്ച് ആരാധിച്ച് വിശ്വസിച്ച് ആരാധന ആരാധന സ്തുതി ആരാധന 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 സ്തുതി ആരാധന രാജാവേ, അങ്ങേ ആരാധിക്കുന്നു. നല്ലിടയൻ
യേശു രാജാവേ, രാജാവേ, അങ്ങേ ആരാധിക്കുന്നു. നല്ലിടയനെ ഞങ്ങൾ ആരാധിക്കുന്നു. പ്രാണപ്രിയനെ അങ്ങേ ആരാധിക്കുന്നു. സർവശക്തനെ ഞങ്ങൾ ആരാധിക്കുന്നു. പ്രാണപ്രിയനേ, പ്രാണപ്രിയനെ അങ്ങേ ആരാധിക്കുന്നു. സർവശക്തനെ ഞങ്ങൾ ആരാധിക്കുന്നു. കരങ്ങളെ ഒന്ന് വീശി. ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന ആരാധന, ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന ത്രിത്വൈക ദൈവത്തിന് ആരാധന. ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന സാധന ദൈവത്തിന് ആരാധന. ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന പുത്രൻ തമ്പുരാൻ ആരാധന. ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന പരിശുദ്ധാത്മ ദൈവത്തിന് ആരാധന. ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന പരിശുദ്ധ സഭയോട് ചേർന്ന്, പരിശുദ്ധ ഫ്രാൻസിസ് ബാബായോട് ചേർന്ന്, അഭിവന്ദ്യ സെബാസ്റ്റ്യൻ പിതാവിനോട് ചേർന്ന്, അഭിവന്ദ്യ പിതാക്കന്മാരോട് ചേർന്ന് കർത്താവിന്റെ പുരോഹിത അഭിഷിക്ത കരങ്ങൾ ഉയർത്തി ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ മാറാരോഗങ്ങൾ, മാരക രോഗങ്ങൾ, മരുന്നില്ലാത്ത രോഗങ്ങൾ, പഴകിപ്പോയ രോഗങ്ങൾ, ക്യാൻസർ രോഗങ്ങൾ, ട്യൂമർ രോഗങ്ങൾ, തളർവാദ രോഗങ്ങൾ, ഫിക്സ് രോഗങ്ങൾ, കൊച്ചു കുഞ്ഞുങ്ങളുടെ രോഗപീഠകൾ, സ്ത്രീ സംബന്ധ രോഗങ്ങൾ, പുരുഷ സംബന്ധ രോഗങ്ങൾ, ഡോക്ടർമാർ ഉപേക്ഷ അവസ്ഥകൾ, മരണകരമായ അവസ്ഥകൾ ഈശോയുടെ തിരുരക്തം കൊണ്ട് കഴുകി കൽപ്പിച്ച് ശാസിച്ച് പ്രാർത്ഥിക്കുന്നു. സുഖപ്പെടട്ടെ, 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 സുഖപ്പെടട്ടെ. ഹല്ലേലൂയ നീങ്ങിപ്പോയെന്റെ ഭാരങ്ങൾ കൈകൾ കൊട്ടി മാറിപ്പോയെന്റെ ശാപങ്ങൾ മാറിപ്പോകട്ടെ, സൗഖ്യമായെന്റെ രോഗങ്ങൾ സുഖപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ ഈശോയേ, നീങ്ങിപ്പോയെന്റെ ഭാരങ്ങൾ നീങ്ങിപ്പോകട്ടെ, മാറിപ്പോയെന്റെ ശാപങ്ങൾ മാറിപ്പോകട്ടെ, സൗഖ്യമായെന്റെ രോഗങ്ങൾ സുഖപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ കരങ്ങളൊന്ന് വീശി. ഹല്ലേലൂയ ഞാൻ പാടിടും ഹല്ലേലൂയ, യേശുവിനെ ആരാധിക്കും ഹല്ലേലൂയ, ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും ഹല്ലേലൂയ, സർവശക്തനായവനേ ഹല്ലേലൂയ. ഹല്ലേലൂയ ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനേ സമാധാനമില്ലാത്ത കുടുംബങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാർ കലകിച്ചു കഴിഞ്ഞ കുടുംബങ്ങൾ, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ, വിവാഹ തടസ്സങ്ങൾ അനുഭവിക്കുന്നവ, ജോലി തടസ്സങ്ങൾ അനുഭവിക്കുന്നവ, വീസ തടസ്സങ്ങൾ അനുഭവിക്കുന്നവ, പരീക്ഷകൾ എഴുതുന്നവ, പരീക്ഷകളിൽ പരാജയപ്പെട്ടു പോയവ, റിസൾട്ട് കാത്തിരിക്കുന്നവ, വീട് വിട്ടു പോയവ, ജയിലുകളിൽ കഴിയുന്നവ, മദ്യത്തിനും മയക്കുമരുന്ന് അടിപ്പെട്ട് കഴിയുന്നവ, പലതരത്തിലുള്ള ബന്ധനങ്ങളായിരിക്കുന്നവ, തകർച്ചകളായിരിക്കുന്നവ, ബന്ധനമഴിയട്ടെ, കൃപയൊഴുകട്ടെ, ബന്ധനമഴിയട്ടെ, കൃപയൊഴുകട്ടെ, ബന്ധനമഴിയട്ടെ, കൃപയൊഴുകട്ടെ, 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 കൃപയൊഴുകട്ടെ. ഹല്ലേലൂയ യേശുവിൻ രക്തം ശുദ്ധിക്കാൻ യേശുവിന്റെ രക്തം, യേശുവിൻ രക്തം സൗഖ്യമായി യേശുവിന്റെ രക്തം, യേശുവിൻ രക്തം കഴുകലായി യേശുവിൻ രക്തം വിടുതലായി യേശുവിന്റെ രക്തം, യേശുവിൻ യേശുവിന്റെ രക്തം സകല ശാപങ്ങളിൽ നിന്നും, സകല ബന്ധനങ്ങളിൽ നിന്നും, സകല പാപങ്ങളിൽ നിന്നും മക്കളെ വിടുവിക്കുന്നു. രക്തം കഴുകലായി യേശുവിൻ രക്തം വിടുതലായി കരങ്ങളൊന്ന് വീശി. ഹല്ലേലൂയ ഞാൻ പാടിടും ഹല്ലേലൂയ, യേശുവിനെ ആരാധിക്കും ഹല്ലേലൂയ, ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായവനേ ഹല്ലേലൂയ, ഹല്ലേലൂയ ഞാൻ പാടിടും ഹല്ലേലൂയ, യേശുവിനെ ആരാധിക്കും ഹല്ലേലൂയ. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും സർവശക്തനായ ഹീരാ, 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 ഹീരാ. ഇരുകരങ്ങൾ വെച്ച് സ്ഥലമേർത്ത് വിളിച്ച് യേശുവേ, യേശുവേ. ഹീരാ, 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 ഹീരാ,
നിലവിളിച്ച് പ്രാർത്ഥിച്ച മക്കള് എല്ലാം ഒന്ന് പ്രാർത്ഥിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ച് ഉദ്ധിതത്തിന് പ്രത്യക്ഷപ്പെടുന്നു യേശുവേ. ഹൃദയ സംബന്ധമായിട്ട് രോഗപീഠകളുള്ള മക്കൾ ഇപ്പോൾ സുഖപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കൊച്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവര് സർജറികൾ പറഞ്ഞിട്ടുള്ള കുഞ്ഞുമക്കളെ ഈശോ കർത്താവ് കാണിക്കുന്നു. കണ്ണ് സംബന്ധമായ രോഗപീഠകള്, കാഴ്ച സംബന്ധമായ രോഗപീഠകള്, കണ്ണിന് സർജറി വേണ്ട അവസ്ഥകള് ഈശോ കർത്താവ് 21 മക്കള് സുഖപ്പെടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കണ്ണിന് കാഴ്ച ലഭിക്കുന്നതായി വെളിപ്പെടുത്തുന്നു. കൈകാലുകൾ സംബന്ധമായിട്ട് രോഗപീഠമുള്ള മക്കള് ഇപ്പോൾ സുഖപ്പെടുകയാണ്. കൈകാലുകൾക്ക് തളർച്ച അനുഭവപ്പെടുന്നവര്, ബലക്കുറവ് അനുഭവപ്പെടുന്നവര്, കൈ ഉയർത്താനായിട്ട് പ്രയാസമുള്ള മക്കൾ ഈ സമയത്ത് കൈ ഉയർത്തി നോക്കിക്കൊള്ളുക. കൈ ഉയർത്താനായിട്ട് പ്രയാസമുള്ള കൈ ഉയർത്തി നോക്കിക്കൊള്ളുക. ഈശോ കർത്താവ് 32-ലധികം മക്കൾ കൈകാൽ സംബന്ധമായ രോഗങ്ങൾ സുഖപ്പെടുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ഏതാനും കുഞ്ഞുമക്കളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കാണിച്ചു തരികയാണ്. ഏതാണ്ട് 16-ലധികം കുഞ്ഞുമക്കള് ജന്മനാ രോഗപീഠകളുള്ളവര്, അല്ലെ അല്പം ഓട്ടിസ്റ്റിക്കോ ഹൈപ്പർ ആക്റ്റീവ് ഒക്കെ ആയിട്ടുള്ള കുഞ്ഞുമക്കള് ഈ സമയത്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള കുഞ്ഞുമക്കള് 16ഓളം കുഞ്ഞുങ്ങൾ സുഖപ്പെടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. സെവിൻ എന്ന പേരുള്ള ഒരു മകന് അത്ഭുത സൗഖ്യം പ്രാപിക്കുന്നതായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. അരുണിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. കെവിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. തോമസിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ജീനായെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഷൈലയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. മാത്യുവിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ജോയലിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. സെലിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. മരിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. സിസിലിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ജോമോനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഷീബായെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ജെയിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. സന്ധ്യയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ശരീരത്തിൽ വ്രണങ്ങളുള്ള മക്കള്, ത്വക്കുരോഗ പീഡകളുള്ള മക്കള്, 17ഓളം മക്കളുടെ ശരീരത്തിൽ നിന്ന് ഉണങ്ങാത്ത വ്രണങ്ങള്, ത്വക്കുരോഗ സംബന്ധമായിട്ടുള്ള രോഗപീഠകള്, സോറിയാസിസ് പോലത്തെ രോഗപീഠകള് 17ഓളം മക്കൾ സുഖപ്പെടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. വിട്ടുമാകാത്ത തലവേദന, മൈഗ്രെയിൻ അസ്വസ്ഥതകള്, ബ്രെയിൻ സംബന്ധമായ രോഗങ്ങള്, ബ്രെയിൻ സർജറികൾ പറഞ്ഞിരിക്കുന്ന അവസ്ഥകള്, ഹെമറേജസ് വന്നിട്ടുള്ളവര്, ബ്രെയിനിൽ ബ്ലോക്ക് ഉള്ള അവസ്ഥകളുള്ളവര്, ഗ്രോത്തുകൾ ഉള്ളവര്, ബ്രെയിൻ ട്യൂമറുകളുള്ള മക്കള് ഈശോ കർത്താവ് 34 പേർക്ക് സൗഖ്യം കൊടുക്കുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന 21 പേര്, 21 കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. സർജറികൾ പറഞ്ഞിട്ടുള്ള, ഓപ്പറേഷനുകൾ പറഞ്ഞിട്ടുള്ള 14-ലധികം മക്കൾ സർജറികൾ കൂടാതെ സുഖപ്പെടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. സംസാരശേഷി ഇല്ലാത്ത മക്കള്, സംസാരശേഷി നഷ്ടപ്പെട്ടു പോയവര്, സ്ട്രോക്കോ ചികിത്സകളോ മൂലം സംസാരശേഷി നഷ്ടപ്പെട്ടു പോയവര്, 2-3 വയസ്സ് 4 വയസ്സൊക്കെ ആയിട്ട് സംസാരിക്കാത്ത കുഞ്ഞുങ്ങള് ഈശോ കർത്താവ് 13 പേർക്ക് അധരങ്ങൾ തുറക്കപ്പെടുന്ന അഭിഷേകം ലഭിക്കുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. വിവാഹ തടസ്സങ്ങൾ അനുഭവപ്പെടുന്ന 33-ലധികം മക്കൾ അനുഗ്രഹിക്കപ്പെടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. നട്ടെല്ല് സംബന്ധമായ രോഗങ്ങള്, നടുവിന് വേദനകള്, നട്ടൽ അകലുന്ന രോഗങ്ങള്, നട്ടെല്ലിന് വളവുള്ള അവസ്ഥകള്, നട്ടെല്ലിന് സർജറി വേണ്ടവര് 16 പേര് സുഖപ്പെടുന്നതായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. അനേകം വ്യക്തികളും കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടുന്ന നിമിഷത്തിൽ നിറഞ്ഞ സന്തോഷത്തോടെ, വലിയ വിശ്വാസത്തോടെ കരങ്ങളടിച്ച് ദൈവത്തെ വാഴ്ത്തി പാടാം. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും
മനുജനുമാ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാനം പൂജിതമാ തിരുനാമം വാഴ്ത്തിടുവിൻ. സ്നേഹത്തിൻ ഉറവിടമാ തിരുഹൃദയം വാഴ്ത്തിടുവിൻ. പീഠത്തിൽ വാണരുളും മിശിഹായെ വാഴ്ത്തിടുവിൻ. രക്ഷകനാമിശിഹാനം ദിവ്യനിണം വാഴ്ത്തിടുവിൻ. വരനിരയാലൊളി വിതറും ദൈവാത്മാവിനെ വാഴ്ത്തിടുവിൻ. ദൈവത്തിൻ മാതാവാ കന്യാമേരിയെ വാഴ്ത്തിടുവിൻ. മറിയത്തിൻ നിർമ്മലമാ ഉത്ഭവം വാഴ്ത്തിടുവിൻ. സ്വർഗാരോപിത മാതാവിൻ തിരുനാമം വാഴ്ത്തിടുവിൻ. നിർമ്മലയാ കന്യകനൻ വല്ലഭനെ വാഴ്ത്തിടുവിൻ. സിദ്ധരിലും ദൂതരിലും ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. വണങ്ങുക സാഷ്ടാംഗം വീണ ഏറ്റം മഹത്താവേ ഉദാസേ നവ്യനിയമൻ കർമ്മങ്ങൾ വന്നല്ലോ പൂർവികം സാധനം മാറി നിൽക്കൂ. ഇന്ദ്രിയങ്ങൾ പോരായ്മയൊക്കെയും തീർക്കുക വിശ്വാസം ദിവ്യദീപ്തേ. ദൈവപിതാവിനും തന്നേകജാതനും സ്തോത്രമുണ്ടാകണം എന്നുമെന്നും. പാവനാത്മാവിനും ഔവീതം നിസ്തൂല സ്തോത്രമുണ്ടാകണം നിത്യകാലം. സ്വസ്തിയും കീർത്തിയും ശക്തിയുമാർന്നെന്നും വാഴുക ത്രിത്വൈക ദൈവമാമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ പീഡാനുഭവത്തിന്റെ സ്മാരകമായി വിസ്മയാപകമായ കൂദാശ ഞങ്ങൾക്ക് നൽകിയല്ലോ. അങ്ങയുടെ പരിത്രാണത്തിന് ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാർ അങ്ങയുടെ തിരുശരീരത്തിന്റെ രക്തത്തിന്റെ ദിവരഹസ്യങ്ങൾ ഇന്ന് വണങ്ങുവാൻ അനുഗ്രഹമരണമെന്ന് നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കുന്ന തമ്പുരാന്റെ പക്കലേക്ക് ഇരുകരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി എല്ലാ മക്കളൊത്ത് വിളിച്ച് യേശുവേ യേശുവേ യേശുവേ. അത്ഭുത രോഗശാന്തികൾ ഉണ്ടാവട്ടെ, അത്ഭുത വിടുതലുകൾ ഉണ്ടാവട്ടെ, ശാപങ്ങൾ നീങ്ങി പോകട്ടെ, തടസ്സങ്ങൾ നീങ്ങി പോകട്ടെ, കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, മാതാപിതാക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ജീവിത പങ്കാളി അനുഗ്രഹിക്കപ്പെടട്ടെ, മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ, സഹോദരങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, സമർപ്പിത അനുഗ്രഹിക്കപ്പെടട്ടെ, ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവേ യേശുവേ ഈശോയെ ഈശോയെ. കണ്ണീരോടെ മക്കള് പ്രാർത്ഥിക്കുക, ഹൃദയം തുറങ്ങി പ്രാർത്ഥിക്കുക, ശക്തിപ്പെട്ടി പ്രാർത്ഥിക്കുക, നിന്റെ പുരോഗതിന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടിയ ഇവരെ നീ അനുഗ്രഹിക്കണേ കർത്താവ്, ഇവരെ നീ സുഖപ്പെടുത്തണേ കർത്താവ്, ഇവർക്ക് നീ വിടുതൽ കൊടുക്കണേ കർത്താവ്, ഇവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണേ. ഈശോയെ 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 ഈശോയെ. ഒരു വ്യക്തി പോലും അനുഗ്രഹിക്കപ്പെടാതെ ഇവിടുന്ന് മടങ്ങി പോവല്ല. ഈശോയെ വെറുകയായിട്ട് ആരെ പറഞ്ഞു വിടല്ലേ. ഈശോ ഒരു കൊച്ചു കുഞ്ഞു പോലും അനുഗ്രഹിക്കപ്പെടാതെ പോവല്ലേ.
ഈശോയേ ഈശോ, ഈശോയേ 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 ഈശോയെ, ഈശോയേ ഈശോയേ